പ്രിയമുള്ള കലാസ്നേഹികളെ, കഥാപ്രസംഗങ്ങളെ രൂപം കൊണ്ടിട്ട് ഇന്നേക്ക് 100 വർഷങ്ങൾ പിന്നിടുന്നു. ഈ കഥയ്ക്ക് ഇപ്പോൾ പല പരിഷ്കാരങ്ങളും ആവിഷ്കാരങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു. പ്രഗത്ഭരായ പല കാതികന്മാരും ഇതിനോടകം മൺമറഞ്ഞു കഴിഞ്ഞു. ചിലർ വേദിയിൽ നിന്നും പിൻവലിഞ്ഞു നിൽക്കുന്നതാണെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഒരു പുരാണ കഥയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. എന്നെ വളർത്തുവാനും തളർത്തുവാനുമുള്ള കഴിവ് നിങ്ങൾക്കാണ്. അതുകൊണ്ട് ഈ കഥയുടെ ആദ്യാവസാനം വരെ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെ ഈ ഇന്ദിരാഞ്ചിറക്കൽ ക്ഷേത്രത്തിൽ എനിക്കൊരു കഥാപ്രസംഗ പരിപാടി അവതരിപ്പിക്കുവാൻ അവസരം തന്ന ഇവിടുത്തെ സംഘാടകരോടും നല്ലവരായ നാട്ടുകാരോടും എൻ്റെ സഹോദരി സഹോദരന്മാരോടും എനിക്കും എൻ്റെ പാർട്ടിക്കുമുള്ള നന്ദിയും കടപ്പാടും ആദ്യമായി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എൻ്റെ ഗുരുനാഥൻ ചേർത്തല കൃഷ്ണകുമാർ സാർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ എനിക്കും എൻ്റെ പാർട്ടിക്കുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. പണ്ട് ചരിത്രാതീത കാലഘട്ടത്തിൽ നമ്മുടെ സംസ്കാരം രൂപപ്പെടുത്തിയത് ഉപനിഷത്തുകളും വേദങ്ങളും പുരാണോതിഹാസങ്ങളുമായിരുന്നു. സത്യധർമാദികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സന്ധിയില്ലാതെ പടപൊരുത്തിയ ഇതിഹാസ പുരുഷന്മാരായിരുന്നു നമ്മുടെ മാർഗദർശികൾ. ഈ ആധുനിക യുഗത്തിലും നമ്മെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് ആ പുണ്യ പുരുഷന്മാർ രൂപപ്പെടുത്തിയ സംസ്കാരമാണ്. അവർ ഉയർത്തിക്കാട്ടിയ മഹനീയ ആദർശങ്ങളാണ്. സഹൃദയരെ, ഇതുപോലെ മഹാഭാരത കഥയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു തരുണീയ രത്നമാണ് എൻ്റെ ഇന്നത്തെ കഥാനായിക. അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിന്റെ പ്രതികാരദാഹവുമായി 2 ജന്മം കാത്തിരുന്ന വീരാംഗന. അതാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ അംബ. നദി ഒഴുകുന്നു. ഗംഗ സകല പാപങ്ങളെയും തന്നിലേക്ക് അണിയിച്ചുകൊണ്ട് സർവാവിഷ്ടപ്രദായിനിയായ ഗംഗാനദി ഒരു യോഗിനിയെ പോലെ ശാന്തമായി ഒഴുകുന്നു. ഈ ഗംഗാനദിയുടെ തീരത്ത് ഐശ്വര്യപൂർണമായ തേജസ്സോടുകൂടി തലമുറ്റി നിൽക്കുന്ന ഒരു കൊച്ചു രാജ്യമുണ്ട്, കാശി രാജ്യം. ഉത്തരഭാരതത്തിലെ ഈ രാജ്യം ഭരിക്കുന്നത് കരുണാമയനും പ്രജാക്ഷേമ തൽപരനുമായ കാശി രാജാവാണ്. പുരുഷാർത്ഥ ഗുണഗണങ്ങളുടെ ഭാവമെന്ന് ദേവഗായകനായ നാരദമുനി 14 ലോകങ്ങളിലും പാടി നടക്കുന്നു. നാടുവാഴികളും പ്രഭുക്കന്മാരും കർഷകരും ഗ്രാമീണരുമൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു കൊച്ചു രാജ്യം. കാരണം കാശിരാജാവിന്റെ അരുമ സന്തതികളായ 3 രാജകന്യകമാരുടെ സ്വയംവരം ഒന്നിച്ച് ഒരേ സ്വയംവര പന്തലിൽ വെച്ച് നടക്കാൻ പോകുന്നു. അവരുടെ പേരാണ് അംബ, അംബിക, അംബാലിക. 1 മാസക്കാലമായി കാശിരാജാവിന്റെ ശ്രദ്ധ മുഴുവൻ മതിയായിരുന്നു. ഇനി ഭാരതത്തിൽ
ഭാരതത്തിലെ ഒരു രാജാക്കന്മാരും ഇതുപോലൊരു സ്വയംവരം നടത്തിക്കൂടാ. കാശി രാജാവിന്റെ കൊട്ടാരവും പരിസരവും ഒരു ഗന്ധർവ ലോകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശരിയാണ്, കാശി രാജാവിന്റെ കൊട്ടാരവും പരിസരവും ഒരു ഗന്ധർവ ലോകം തന്നെയാണ്. കൊട്ടാരത്തിന്റെ മുന്നിലെത്തിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. ശരിയാണ്, കാശിരാജാവിന്റെ കൊട്ടാരവും പരിസരവും ഒരു ഗന്ധർവ ലോകം തന്നെ. ശില്പചാതിയം വഴിഞ്ഞെടുക്കുന്ന കതിർമണ്ഡപം, പുഷ്പലതാദികൾ കൊണ്ട് അലങ്കരിച്ച മനോഹരമായ സ്വയംവര മണ്ഡപം, എല്ലാം അലൗകികമായ ഒരു സൗന്ദര്യ പ്രഭാപൂരം ചൊരിയുന്നത് പോലെ തോന്നുന്നു. ഈ രാജകുമാരികളുടെ സ്വയംവരം തീരുമാനിച്ചിട്ട് സത്യം പറഞ്ഞാൽ അവർ 3 പേരും ഉറങ്ങിയിട്ടില്ല. കാശിരാജാവ് എല്ലാ രാജാക്കന്മാരെയും സ്വയംവരത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് രാജകുമാരന്റെ കഴുത്തിൽ മാല വീഴും എന്നുള്ളതാണ് അംബികയുടെയും അംബാലികയുടെയും ചിന്ത. എന്നാൽ അംബയെ സംബന്ധിച്ച് അങ്ങനെയൊരു ചിന്തയേ ഇല്ല. കാരണം അവളൊരുത്തരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. മണിക്കൂറുകൾ കിടക്കുന്നു ഇനിയും മുഹൂർത്തത്തിന്. അംബയുടെ ക്ഷമ നശിച്ചു. പെട്ടെന്ന് അവൾ ബ്രഷും ചായവും കയ്യിലെടുത്ത് മനസ്സിന് നിറഞ്ഞു നിൽക്കുന്ന തന്റെ പ്രിയതമയുടെ ചിത്രം ഒരു ക്യാൻവാസിലേക്ക് പകർത്താൻ തുടങ്ങി. മനസ്സിലെ മധുര വികാരങ്ങൾ വർണ്ണങ്ങൾ ചാലിച്ച തൂലികയിലൂടെ മനോഹരമായ ഒരു ചിത്രമായി രൂപം കൊള്ളുന്നു. പല വർണ്ണങ്ങൾ ചാലിച്ചെടുത്ത് പല പ്രാവശ്യം വരച്ചു. അതിലധികം പ്രാവശ്യവും മായ്ച്ചു കളഞ്ഞു. വീണ്ടും വരച്ചു. തൃപ്തി വരാതെ അകന്നു നിന്ന് നോക്കി. അങ്ങനെ നിരന്തരമായ അധ്വാനത്തിലൂടെ ആ ചിത്രം പൂർണ്ണമായി. നെടുനാളായി തന്റെ ഹൃദയത്തിൽ വെച്ച് ആരാധിച്ച് നിത്യവും പ്രേമപൂജ ചെയ്യുന്ന രാജകുമാരൻ സാൽവ രാജകുമാരൻ. അമ്മ ആ ചിത്രത്തിലേക്ക് ലജ്ജയോടുകൂടി നോക്കി നിന്നു. സാൽവരാജൻ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. ആ ചുണ്ടുകൾ തന്നോട് എന്തോ പറയുവാൻ വെമ്പുന്നു. അമ്മയ്ക്ക് അധികം നേരം പിടിച്ചു നിൽക്കാനായില്ല. ഭ്രാന്തമായ ആവേശത്തോടുകൂടി അവൾ തന്റെ പ്രിയതമയെ വാരിപ്പുണർന്നു. പെട്ടെന്ന് അവൾ വീട്ടിലേക്ക് മാറി. എന്തൊരു വിഡിത്തം! നെടുനാളായി ഒരു തപസ്വിനിയെ
എല്ലാ രാജാക്കന്മാരും ആ സൗന്ദര്യത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സൗന്ദര്യഭാവത്തെ സ്വന്തമാക്കണം. അതാ അംബിക മുഹൂർത്തം വിളിച്ചറിയിച്ചുകൊണ്ടുള്ള ആർപ്പും പുറമേയും ഉയർന്നപ്പോൾ അതാ സ്വപ്നാടകരെ പോലെ കടന്നു വരുന്നു അംബികയും അംബാലികയും. അംബിക അംബാലിക അതാ സ്വയംവര മണ്ഡപത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എല്ലാ രാജാക്കന്മാരും ആ സൗന്ദര്യത്തിൽ മതിമറന്നിരിക്കുന്നു. എല്ലാവരും ആ സൗന്ദര്യത്തിൽ മതിമറന്നിരിക്കുന്നു. എല്ലാ രാജാക്കന്മാരും വിളവ് പിടിച്ചിരിക്കുമ്പോഴും ഒരുത്തിന് മാത്രം യാതൊരു കുരുക്കവുമില്ല. സാറ്റ് രാജകുമാരൻ അദ്ദേഹത്തിന് അറിയാം അമ്പയുടെ കയ്യിലിരിക്കുന്ന വെള്ളമറിഞ്ഞും തന്റെ കഴുത്തിൽ വീഴുമെന്ന്. അമ്പയും അതേ വികാരത്തിലാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം മതി തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ. തോഴിമാർ ഓരോ രാജാക്കന്മാരെയും വർണ്ണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. സാന്ത രാജകുമാരന്റെ അടുത്തെത്തിക്കഴിഞ്ഞു. അമ്പ തന്റെ താലത്തിൽ നിന്നും വർണ്ണമാലം എടുക്കാൻ കൈകൾ നീട്ടി. സാന്യം എഴുന്നേൽക്കുവാൻ സിംഹാസനത്തിന്റെ ഈ വശത്തും കൈകൾ ചേർത്ത് വെച്ചു. പെട്ടെന്ന് പിന്നെ നക്ഷത്രങ്ങൾക്ക് തുല്യമായ നേത്രങ്ങൾ, വടഞ്ഞെടുത്ത ശരീരം, ആകർഷണമുള്ള മുഖം, ആ തേജോമയ സാന്നിധ്യം അറിഞ്ഞ മാത്രയിൽ സദസാഗമനം ശബ്ദമടക്കി ഇരുന്നു പോയി. കാരണം ആ വന്നിരിക്കുന്നയാൾ നിസ്സാരക്കാരനല്ല. ഈ 14 ലോകങ്ങളും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഭീഷ്മർ. രാജാവ്
ഹസിരാജാവിന് ഒരക്ഷരം ശബ്ദിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നിശബ്ദനായി നിൽക്കുമ്പോൾ അതാ പുത്രിമാർ മൂന്നിനെയും വലിച്ചിഴച്ചുകൊണ്ട് ഭീഷ്മർ തെളിക്കുന്ന രഥത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. അമ്മ ആ രഥത്തിൽ നിന്നും തെന്നിക്കരയുന്നു. സാഗരാജാ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. സാഗരൻ നിശബ്ദനായി നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ആ രഥത്തിൽ അമ്പ തളർന്നിരിക്കുന്നു. രഥം ഹസ്തിനപുരിയുടെ ഗോപുര കവാടത്തിൽ എത്തിച്ചേർന്നു. സത്യവതിയും സേവകരും ആ രഥത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഭീഷ്മർ രഥത്തിൽ നിന്നും ഇറങ്ങി. അമ്മേ, ഹസ്തിനപുരിയുടെ അഭിമാനം ഞാൻ രക്ഷിച്ചിരിക്കുന്നു. അതിനുവേണ്ടി സ്വയംവര മണ്ഡപത്തിൽ അതിക്രമിച്ച് കടക്കേണ്ടി വന്നു. നീ വിഷമിക്കാതിരിക്കും. നീ നിന്റെ കർത്തവ്യം നിർവഹിക്കും. മാതൃനിർവിശേഷമായ സ്നേഹവാത്സല്യത്തോടെ സത്യവതി ഭീഷ്മരെ പുണർന്നു ആ മൂർധാവിൽ ചുംബിച്ചു. വിചിത്രമീരൻ ഭീഷ്മരുടെ കാലിൽ നമസ്കരിച്ചു. അദ്ദേഹം അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അനിത, ഇതാ കാശി രാജാവിന്റെ 3 പുത്രന്മാർ. ഇന്നു മുതൽ ഇവർ നിന്റെ പ്രിയ പത്നിമാരാണ്. അങ്ങനെ പാതിരാത്രിയോടെടുക്കുന്നു. സമയം 12 മണി. അതാ സ്വപ്നനഗരെ പോലെ കടന്നു വരുന്നു അംബികയും അമ്പാലികയും. അംബികയും അമ്പാലികയും ഹസ്തിനപുരിയിലെ ജീവിത സാഹചര്യങ്ങളുമായി ഇണങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അമ്പയ്ക്ക് മാത്രം അതിന് കഴിഞ്ഞില്ല. ആഹാരം പോലും കഴിക്കാതെ അന്തഃപുരത്തിൽ തണുത്തിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. തന്റെ പ്രിയതമന്റെ അടുത്തെത്തണം. കഴിഞ്ഞതെല്ലാം പറഞ്ഞു മാപ്പ് ചോദിക്കണം. എനിക്കിവിടെ കഴിയാൻ വയ്യ. ദാരിദ്ര്യന്മാർ അമ്പെത്തി. അവരെ കണ്ടപ്പോൾ അമ്മ പൊട്ടിക്കരഞ്ഞുപോയ അനുജത്തിമാരെ, ചേച്ചിയുടെ ദുഃഖം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അനുജത്തിമാരെ, എന്നെ സായന്റെ കൊട്ടാരത്തിലെത്തിക്കണം. ഇല്ലെങ്കിൽ ഈ അന്തഃപുരത്തിന്റെ ചുവരിൽ ഞാൻ തലവെച്ച് വഹിക്കും. നിങ്ങളുടെ ഭർത്താവ് ഈ മുറിക്കുള്ളിൽ കിടന്നാൽ എന്റെ ജഡമേയാൾക്ക് കിട്ടൂ. അനുജത്തിമാർ പലതും പറഞ്ഞു നോക്കി. പക്ഷേ അമ്പ അതൊന്നും ചെവിക്കൊണ്ടില്ല. അമ്പയുടെ പ്രണയകഥ അനുജത്തിമാർ വിചിത്രവീരനെ പറഞ്ഞു കേൾപ്പിച്ചു. വിചിത്രവീരന്റെ മനസ്സലിഞ്ഞു. പവിത്ര സ്നേഹത്തിന്റെ തീവ്രത ശക്തി അദ്ദേഹം മനസ്സിലാക്കി. പിന്നെ ഒട്ടും താമസിച്ചില്ല. പിറ്റേ ദിവസം അമ്പയെ എല്ലാ അകമ്പടികളോടും കൂടി സായന്റെ കൊട്ടാരത്തിൽ എത്തിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു. അമ്പയെയും വഹിച്ചുകൊണ്ടുള്ള രഥം സായന്റെ രാജധാനിയിലേക്ക് അതിവേഗം പാടുപോകുന്നു. അമ്പ രഥത്തിൽ പുളകിതയായിരിക്കുന്നു.